ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം ആത്മമിത്രം ആത്മമിത്രം. എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സദൃശവാക്യങ്ങളിലൂടെ എന്ന ഈ വചന പഠന പരമ്പരയിലേക്ക് സ്വാഗതം. സദൃശവാക്യങ്ങൾ 20-ാം അധ്യായം 22-ാം വാക്യം. ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കും. ശത്രുക്കളോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുക എന്നത് മനുഷ്യ സഹജമായ സ്വഭാവമാണ്. എന്നാൽ നമ്മോട് ദോഷം പ്രവർത്തിക്കുന്നവരെ സ്നേഹിക്കുക എന്നതും പ്രതികാരം ചെയ്യാതിരിക്കുക എന്നതും ദൈവീകമായ സ്വഭാവം. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ 12-ാം അധ്യായം 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പിൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യും. മത്തായി സുവിശേഷം 5-ാം അധ്യായം 44-ാം വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ഇപ്രകാരം പറയുകയാണ്: ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. നാം ദോഷത്തിന് പ്രതികാരം ചെയ്യാതെ ദൈവകരങ്ങളിലേക്ക് ആ വിഷയത്തെ വിട്ടുകൊടുക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത്. നമ്മുടെ വഴി ദൈവത്തിന് പ്രസാദമെങ്കിൽ ശത്രുക്കളെ പോലും നമ്മോട് നിരപ്പിപ്പാൻ ദൈവത്തിന് സാധിക്കുമെന്ന് നാം സദൃശവാക്യങ്ങളിൽ തന്നെ വായിക്കുന്നു. അതുമാത്രമല്ല, നമ്മുടെ ശത്രു കാണുകെ നമുക്കായി വിരുന്ന് മേശയൊരുക്കുവാൻ ദൈവത്തിന് സാധിക്കും. അതുകൊണ്ട് 1 പത്രോസ് 3-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരാകൊണ്ട് അനുഗ്രഹിക്കുന്നവരായും ഇരിപ്പിൻ. ഈ അനുഗ്രഹത്തിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. നമ്മൾ അനുഗ്രഹം അനുഭവിക്കേണ്ടവരാണ്. നമ്മിൽ നിന്ന് ഒരു ദോഷം പുറപ്പെട്ടു പോകുവാനായിട്ട് പാടില്ല. അത് ദൈവത്തിന് നാം അതിനുള്ള അവസരം കൊടുക്കേണ്ടത്, അവരെ ഓർത്ത് പ്രാർത്ഥിക്കേണ്ടത്, അവരെ നമ്മെ ദുഷിച്ചപ്പോഴും നാം അവരെ സ്നേഹിക്കേണ്ടതും അനിവാര്യമാണ്. വലിയവനായ ദൈവം നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. നമ്മുടെ കർത്താവിനെ നമുക്കതിന് മാതൃകയാക്കാം. തന്നോട് ദോഷം ചെയ്തിട്ടും ഒന്നും പ്രതികരിക്കാതെ സകലവും സഹിച്ച കർത്താവ് ഒടുവിൽ അവിടുത്തെ ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം കാത്തിരിക്കുന്ന ദീർഘക്ഷമയുള്ള ദൈവമാണ്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. നാം വായിച്ചത് കേട്ടതുപോലെ, ഞാൻ ദോഷത്തിന് പ്രതികാരം ചെയ്യുമെന്ന് നീ പറയരുത്. യഹോവയെ കാത്തിരിക്കുക, അവൻ നിന്നെ രക്ഷിക്കും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.